30-20. പിന്നെ വേറെ എന്തൊക്കെയാണ് ASODP പറ്റിയത്? മാറ്റിപ്പിടി എത്ര ബോക്സ് കയറ്റുന്നുണ്ട് അതിൽ? ഞങ്ങളൊരു 500 ബോക്സെങ്കിലും മിനിമം കയറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വണ്ടീനെങ്കിൽ ലോഡ് കയറുന്ന വണ്ടിയും നല്ല പുള്ളിങ്ങുള്ള വണ്ടിയും ആക്സിഡൻറ്റിന് മേലെ ചെരുപ്പൂരി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പറക്കും. അങ്ങനത്തെ എത്ര ലോഡാണ്. അല്ലേ താങ്കളുടെ കന്നിയോട്ടമല്ലേ ഇത്? അത് കന്നിയാകുമോ? തീർച്ചയായും കന്നിയാവും എന്നൊരു തോന്നൽ ഉണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് തലശ്ശേരി ആണെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് വഴി തന്നെ കന്നിയായിപ്പോവും, ഫസ്റ്റ് കയറ്റത്തിൽ തന്നെ. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നു. റൂട്ടൊക്കെ താങ്കൾക്ക് അറിയാമോ? റൂട്ടൊക്കെ അറിയാം, ഒരുവിധമൊക്കെ റൂട്ടൊക്കെ അറിയാം. കൂടെ വ്യാപാരിയോ മറ്റോ കാണോ? വ്യാപാരിയുണ്ട്. താങ്കൾക്ക് ഫസ്റ്റ് ഓട്ടത്തിൽ കിട്ടുന്ന പൈസക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഞാനൊരു കാർ മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാറ് മേടിക്കാൻ? അതെ. എത്ര കളിക്കാറാണോ? ജീരക മിഠായി. ജീരക മിഠായി കിട്ടുന്ന കാറായിരിക്കും അല്ലേ? ഓ അതെ, നമ്മുടെ അപ്പുറത്തെ കൊച്ചിനാണ്. കൊച്ചിനാണ് ആണല്ലേ? കാറും ഒരു ഓട്ടോക്കെ പോയത്. താങ്കൾക്ക് പെട്ടെന്നാണല്ലോ താടി വളർന്നത്, അതിന്റെ രഹസ്യം എന്താണ്? അതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആശാൻ റിയാസാണ്. റിയാസ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സാധനം കൊണ്ട് തന്നു. ഞാൻ വിചാരിച്ചു വേറെ വല്ല സംഭവമായിരിക്കും എന്ന് വിചാരിച്ചു. അവൻ പറഞ്ഞു അവൻ്റെ കൃത്രിമത്തിൽ നിന്ന് ഉണ്ടാക്കിയെന്തോ കരടി നെയ്യാണ്. അവൻ കടലിലിറങ്ങിയപ്പോൾ അവന് എന്തോ ഒരു ജീവി കിട്ടി. അവൻ ഉടനെ അതിനെ വലിച്ചു കീറി അതിൻ്റെ മുകളിൽ നിന്ന് നെയ്യെടുത്തെന്നാണ് പറയുന്നത്. അത് കരടി നെയ്യാണ്. അത് തേച്ചവൻ വസ്തു തന്നു. പക്ഷേ അവനിതുവരെ താടി വന്നിട്ടല്ലോ. താങ്കൾക്ക് പരീക്ഷണ ഇന്ത്യയിൽ നടത്തിയ താടി വന്നു. പക്ഷെ അവനത് തേച്ചിട്ടില്ല. വല്ല അസുഖം പിടിക്കുന്ന. അങ്ങനെയാണല്ലേ? താടി വരാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചരുവം നിറച്ച് വെള്ളം എടുക്കണം. അതിനകത്തോട്ട് തല കുത്തിപ്പിടിച്ച് കാല് മേൽപോട്ടാക്കി നിൽക്കണം. എത്ര മിനിറ്റ്? 15 മിനിറ്റ് വരെയാവും. അപ്പോൾ താങ്കൾക്ക് അങ്ങനെയാണ് താടി വന്നത്? വളരെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. താങ്കൾ ഈയിടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ആപ്ലിക്കേഷൻ അയച്ചു. അതെന്താണ്? ഒരു എന്തൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? പിന്നെ 1.5 ലക്ഷം തരത്തുള്ളൂ ആ ഫസ്റ്റ് സീൻ. ഞാനത് പറഞ്ഞു എനിക്ക് മിനിമം ഒരു 4 ലക്ഷം രൂപ എങ്കിലും വേണമെന്ന്. അങ്ങനെയാണല്ലേ? റിയാസിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? റിയാസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിപ്പും ഉടായിപ്പും തട്ടിപ്പും എന്നുള്ളൊരു, അതായത് ഇന്ത്യയിൽ എവിടെ വെച്ച് നോക്കുവാണെങ്കിൽ വണ്ടാന ഏരിയയിൽ ഒന്നാം ക്വാളിറ്റി ഉള്ള ആളാണ് ഈ റിയാസ് എന്ന് പറയുന്ന ആള് ഒരു എഴുത്ത് വഴി കോടികൾ ഉണ്ടാക്കി വാപ്പാനെയും കുടുംബത്തെയും എല്ലാവരെയും പറ്റിച്ചു, നാട്ടുകാരെയും പറ്റിച്ചു. ഒരു ആപ്പ് ഇറക്കി. ആപ്പ് ഫൈനാൻസ് ഇട്ടാണ് ഇറക്കിയത്. ഫൈനാൻസ് ഒരു പേരാണ്. ഒറ്റയടിക്ക് കാശ് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഓ അങ്ങനെയാണ്. റിയാസ് താങ്കളെ പറ്റി പറയുന്നത് താങ്കൾ വെട്ടിപ്പെന്നാണെന്നല്ലോ. താങ്കൾ വെട്ടിപ്പ് അതങ്ങനെയല്ലേ പറയത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതി.